ഹലോ ആൻഡ് വെൽക്കം ടു നൈറ്റ് ഔട്ട് ടോക്കീസ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫസ്റ്റ് ഡയറക്ടറായ ആഹിഷാണ്. വെൽക്കം ടു നൈറ്റ് ഔട്ട് ടോക്കീസ്. ആഹിഷ്, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ യുസെൽഫ്. എൻ്റെ പേര് ആഹിഷ്. ഞാൻ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആയിരുന്നു. അതിനിപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് സ്വന്തം വീഡിയോസ് എഡിറ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിൽ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആദ്യം ഡാൻസിൽ കൂടെയാണ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നത് അല്ലേ? അപ്പം ഡാൻസിൻ്റെ ബിഗിനിങ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഇതായിട്ട് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഗ്യാദർ ചെയ്ത് ടി വിയിലെ സ്റ്റെപ്പൊക്കെ കണ്ടുപിടിച്ച് ലൈക്ക് ഓരോ മൈക്കിൾ ജാക്സൻ്റെയും വിജയുടെയൊക്കെ പാട്ടൊക്കെ കാണുമ്പോൾ വന്ന് പഠിച്ച് പെർഫോം ചെയ്യുമായിരുന്നു. ഞങ്ങൾ കുറേ ഷോസൊക്കെ ഇങ്ങനെ ലൈക്ക് നമ്മളവിടെ സ്റ്റേജിൽ കുറേ ചേട്ടന്മാർ കളിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് നമ്മളിങ്ങനെ ചോദിച്ച് എല്ലായിടത്തും പോയി ചോദിക്കും. പക്ഷെ അവർക്ക് നമ്മൾ ടീമിൽ കയറ്റാൻ ഒരു പേടി. പക്ഷേ നമ്മൾ ബിഗിനേഴ്സ് അല്ലേ, പിന്നെ നമ്മൾ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എല്ലാം എടുത്തിട്ട് പെർഫോം ചെയ്യണ കണ്ടിട്ട് ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ക്രൈസ് വന്ന് റിയാലിറ്റി ഷോ കയറണമെന്ന്. അപ്പം ഡാൻസ് ഏത് പ്രായത്തിലാണ് ചെയ്യാൻ തുടങ്ങിയത്, ഇൻട്രസ്റ്റ് വന്നത്? 9, 10, 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് കയറിയ. ഓക്കെ, ആദ്യത്തെ ഗ്യാങ് എവിടുത്തെ ആയിരുന്നു? ഇപ്പൊ വീട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നോ, ചുറ്റുവട്ടത്തെ ഫ്രണ്ട്സ്? വീടിൻ്റെ അടുത്തുള്ള പിന്നെ അവന്മാരായിട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൊഫഷണലി ചെയ്ത ഡാൻസ് എന്താണ്? അറ്റ്ലീസ്റ്റ് സ്റ്റേജിൽ ചെയ്ത ഡാൻസ് ചെയ്തായിരുന്നു? സ്റ്റേജിൽ ഫസ്റ്റ് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഒരു നമ്മുടെ ആറ്റുവാലില് ഒരു ആർട്ടിസ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത് ആദ്യം. അപ്പോൾ ഞങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് കളിച്ചു. അപ്പം ഇതുവരെ സ്റ്റേജ് കിട്ടാത്ത നമുക്ക് ആദ്യമായിട്ട് ഒരു സ്റ്റേജ് കിട്ടിയ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് വാട്ടവർ നമ്മൾ അങ്ങ് ബാക്കിലേക്ക് നിന്നാണ് കളിക്കുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതെങ്ങനെയാ വന്നേ? അത് ഇങ്ങനെ ഒരു ടീമിന് ഇങ്ങനെ ആൾക്കാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളിക്കാൻ ബോയ്സിന് ആവശ്യമുണ്ട്, ആരെങ്കിലും മതി അവർക്ക് ബാക്ക്ഗ്രൗണ്ട് നിറയ്ക്കണം, ആർട്ടിസ്റ്റ് അല്ലേ ഫ്രണ്ടിൽ കളിക്കുന്നത്. അങ്ങനെ ഒരു സിനിയർ ആർട്ടിസ്റ്റാണ്. അങ്ങനെ പോയി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സ്റ്റേജ് ഷോ, ഭയങ്കര തമിഴ്നാട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സ്റ്റേജ് ഷോ ചറപറാന്ന് ചെയ്തു. ഈ കല്യാണത്തിനൊക്കെ ഞങ്ങൾക്കൊരു ചേട്ടനുണ്ടായിരുന്നു ഡെക്കറേഷനൊക്കെ ചെയ്യുന്നു. അപ്പോൾ പുള്ളിക്ക് എവിടെയൊക്കെ കല്യാണം ഉണ്ടോ അവിടെയൊക്കെ നമ്മളെടുത്ത് വന്ന് ഡാൻസ് കളിക്കോ, ഫുഡ് തരാം. അങ്ങനെ പോയി നമ്മൾ പോയി പെർഫോം ചെയ്യും. അവിടെ പോയി നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് എവിടെയെങ്കിലും പെർഫോം ചെയ്യാൻ കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു. നമുക്ക് സ്റ്റേജ് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണതൊക്കെ പൂജപ്പുര, നമ്മളവിടുത്തെ റോഡ്, വീട്ടിന്റെ സൈഡ്. ആൾക്കാർ വിചാരിക്കും നമ്മൾ വേറെന്തോ ഭ്രാന്താണ്, മൊത്തം മണ്ണൊക്കെ ആയിട്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമുക്കിപ്പോൾ ഒരു കല്യാണം കിട്ടിയാലും നമുക്കതൊക്കെ വലിയൊരു സംഭവമാണ്, വലിയ ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ എപ്പോഴാണ് ഇതൊരു പ്രൊഫഷൻ പോലെ ആയത്? പ്രൊഫഷൻ നമ്മുടെ D4 ഡാൻസ് അങ്ങനത്തെയൊക്കെ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ നമുക്ക് സ്റ്റൈൽസിനെ കുറിച്ച് അറിഞ്ഞൂടാ. നമ്മൾ ഒരു ഇതിൽ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരായിരുന്നു. വെച്ചാൽ നമുക്ക് എന്ത് പഠിപ്പിക്കോ അതാണ് നമ്മുടെ സാധനം. പക്ഷെ നമുക്ക് ഇന്ന കണ്ടംപററി ഉണ്ട്, ഇങ്ങനെ വേറെ വേറെ സ്റ്റൈലുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ റിയാലിറ്റി ഷോസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു താല്പര്യം, ഭയങ്കര ചെയ്താൽ കൊള്ളാം, നമ്മളെ കൊണ്ട് പറ്റുമോ. പിന്നെ അതിനു വേണ്ടി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് യൂട്യൂബ് നോക്കി പഠിച്ച്, ഞങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ നോക്കി ചോദിച്ച് നമുക്ക് നാണമൊന്നുമില്ല, എല്ലായിടത്തും ചോദിക്കും, കൊച്ചു പയ്യന്മാരടുത്തും ചോദിക്കും. പഠിച്ച് അങ്ങനെ ചെയ്യണമെന്നുള്ള കുറേ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് എന്നിട്ട് കുറേ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് കിട്ടും. പിന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കര, അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷെ ചേട്ടന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചേട്ടൻ ഇങ്ങനെ ഞാൻ ഓഡിഷനൊക്കെ പോകുമ്പോൾ പൈസ ഇല്ല, ചേട്ടനൊക്കെ ഇങ്ങനെ ഞാൻ വിളിച്ചു ചോദിക്കുന്ന ഇങ്ങനെ ഞാൻ പോണ് പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ പറയും കുഴപ്പമില്ല, ഇങ്ങനെ നീ പോയിട്ട് വാ, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. പക്ഷെ ഓഡിഷൻ സെലക്ട് ആവും, പിന്നെ പോകാൻ പറ്റില്ല. കാരണം ഓഡിഷന് പോയി കഴിഞ്ഞാൽ ഓരോ റൗണ്ടിന് അവർ ഇന്നെ നമുക്ക് പൈസ തരും, പക്ഷെ അതിനെക്കാട്ട് പൈസയാവും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ. അങ്ങനത്തെ ഇതൊക്കെ വന്നപ്പോഴത്തേനും മിക്ക ഓഡിഷനും ഞാൻ കിട്ടിയിട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ നിന്നെല്ലാം ഡ്രോപ്പ് ചെയ്ത്. അത് എത്ര ഓഡിഷൻസ്? അങ്ങനെ ഒരു 3-4 പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയി. അപ്പം എല്ലാത്തിലും എനിക്ക് ലൈക്ക് സെലക്ഷൻ ആയിട്ട് വിളിച്ചു അവര്, പക്ഷെ പോകാൻ പറ്റിയില്ല അങ്ങോട്ട്. പിന്നെ ഒരു ടേണിംഗ് പോയിന്റ് എപ്പോഴായിരുന്നു? ടേണിംഗ് പോയിന്റ് വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കേരളത്തിൽ ഓഡിഷൻ വന്നെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞില്ല, കിട്ടിയാലും പോകാൻ പറ്റൂല, പൈസ അങ്ങനെയാണ്, സീനാണെന്നൊക്കെ പറഞ്ഞു നിന്ന്. അവൻ പോയി, അവൻ സെലക്ട് ആയി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മളെ കൂട്ടത്തിൽ ഒരുത്തൻ ഒരു റിയാലിറ്റി ഷോ കയറണമെന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര, കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമ്മുടെ ഫ്രണ്ടെങ്കിലും അച്ചീവ് ചെയ്തല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇവൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഓഡിയൻസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു, എന്ന് വെച്ചാൽ ലൈവ് കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രദറിനെ പോലെയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി അതിൽ ലൈക്ക് സെലക്റ്റായി ഓരോ റൗണ്ട് ചെയ്യാൻ നേരത്തും ഞാൻ അവിടെ ചെന്നിട്ട് കൈയടിക്കാൻ നിൽക്കും പുറത്ത്. ഞാൻ എല്ലാ ഇത് കാണാൻ പോകും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കാണാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർക്ക് അറിയാം, കൊറിയോഗ്രാഫേഴ്സിനൊക്കെ അറിയാം ഞാൻ ഡാൻസ് കളിക്കുന്ന അറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തായാലും വന്ന് ഇത് കണ്ടോണ്ടിരിക്കണ്, നിന്റെ കൂട്ടുകാരെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ, നീ ഒരു കാര്യം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളി, നിനക്ക് പൈസ എങ്കിലും കിട്ടുമോ, എന്തായാലും നീ വരണമെന്നോ. ഞാൻ ശരി. അങ്ങനെ ആ റിയാലിറ്റി ഷോയിലുള്ള A to Z ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കളിച്ചു, എല്ലാവരോടും കളിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളിച്ചു, അവിടെ റംസാൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളിച്ചു, അങ്ങനെ മിക്കവരുടെയും ബാക്ക്ഗ്രൗണ്ട് കളിച്ചു. പിന്നെ ഒരു ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഇവൻ്റെ ലൈക്ക് നമ്മുടെ ഫ്രണ്ട്, എൻ്റെ ഒരു ബ്രദറിൻ്റെ ഫാമിലി റൗണ്ട് എത്തിയപ്പോൾ കൂടെ കളിക്കാൻ ആരുമില്ല, ഇങ്ങനെ പെർഫോം ചെയ്യാൻ ആരുമില്ല, ചെറുതായിട്ടെങ്കിലും ഡാൻസ് അറിയാമെന്നുള്ള ആരുമില്ല. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, വേണം നീ ഇങ്ങനെ ചെയ്യുമോ? ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ, എനിക്ക് പ്ലാറ്റ്ഫോമല്ലേ നമുക്ക് വലുത്, എനിക്ക് ഓക്കെ, പക്ഷെ ചാനൽ സമ്മതിക്കും. അപ്പോൾ ചാനലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേ അവർ ഓക്കെ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പെയർ പെർഫോമൻസ് ആയിരുന്നു. ഫാമിലി റൗണ്ടിൽ പെയർ പെർഫോമൻസ്. അഖിൽ ദർശനും അശ്വിൻ ചേട്ടനാണ് കൊറിയോഗ്രഫി ചെയ്തത്. നല്ല രീതിയിൽ ഞാൻ പണിയെടുത്ത്. കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടണ ഓപ്പർച്യൂണിറ്റി, ഞാൻ കാരണം ഫ്രണ്ടിൻ്റെ മാർക്ക് കുറയാൻ പാടില്ല, എനിക്ക് അങ്ങനത്തെ കുറേ മൈൻഡായിരുന്നു. ഞാൻ കാരണം മാർക്ക് കുറയാൻ പാടില്ല, എന്നെ വിളിച്ചു, ഞാൻ കാരണം മാർക്ക് കുറയാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ നമ്മളെ പെർഫോമൻസ് വന്നു, പെർഫോം ചെയ്തു. അങ്ങനെ ഭയങ്കര കയ്യടിയായി, ഫുൾ മാർക്ക് കിട്ടി. ഞാനിങ്ങനെ ഇരുന്ന് എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ കാരണം എൻ്റെ ഫ്രണ്ടിന് ഫുൾ മാർക്ക് കിട്ടി എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ. അപ്പോൾ പ്രിയാമണി പറഞ്ഞ് ഇങ്ങനെ ജഡ്ജായിരുന്നു അപ്പോൾ അവിടെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് വൈൽഡ് കാർഡ് എൻട്രിയിൽ വിളിച്ചാൽ വരുമോ എന്നുള്ള രീതി ചോദിച്ചു. ചാനലല്ലേ, റേറ്റിംഗ് കിട്ടാൻ പലതും പറയും. ഞാൻ മൈൻഡ് ചെയ്തില്ല, ശരി ഓക്കെ ഞാൻ വിട്ടവിടെ. കുറേ കഴിഞ്ഞപ്പോൾ കൊറിയോഗ്രാഫേഴ്സൊക്കെ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച്, ഇങ്ങനെയാണ് നീ ഇങ്ങനെ പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചില്ല, ഭയങ്കരമായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. ലാസ്റ്റ് ആയപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പ്രാക്ടീസ് നിൽക്കണേ, എനിക്ക് കോൾ പറഞ്ഞു, ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഇങ്ങനെ ഇന്ന റിയാലിറ്റി ഷോയിൽ നിന്നാണ് നീ സെലക്ട് ആയി വൈൽഡ് കാർഡിൽ. അപ്പം ഞാൻ വിചാരിച്ച് പറ്റിക്കാൻ പറയണേ, ചേച്ചി വച്ചിട്ട് പോയിച്ച് രീതി ഞാൻ തമാശ അടിച്ചു. പിന്നെയാണ് അറിഞ്ഞത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇല്ല, വീട്ടിൽ സമ്മതിക്കില്ല, പൈസ ഒരു സീൻ. അപ്പോൾ അവർ പറഞ്ഞു പൈസ ഒന്നും വേണ്ട, നീ ഇവിടെ വന്ന് നിന്നാൽ മതി, ഫുഡ്, കൊറിയോഗ്രഫി, ട്രാവൽ എല്ലാം അവർ നോക്കിക്കോളാം, ഞാൻ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ കയറി. ഞാൻ കയറിയ സമയത്ത് എല്ലാവരും അതിൽ കളിച്ച് തെളിഞ്ഞു. അപ്പം ഞാൻ വീണ്ടും അതിൽ ബിഗിനറാണ്, എനിക്കൊരു തേങ്ങ അറിയുന്നില്ല. അങ്ങനെ ലാസ്റ്റായി അത് കയറി ഞാൻ വന്ന് എങ്ങനെയെങ്കിലും കയറണമെന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ ആയപ്പോൾ ഭയങ്കര എൻ്റെ ഫസ്റ്റ് റൗണ്ട് അതിൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു വിഷമവും എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള മൈൻഡായിരുന്നു. പിന്നെ കുറേ ഒരു സപ്പോർട്ട് ചെയ്ത് ബ്രദറൊക്കെ ഇങ്ങനെ പറഞ്ഞ് നീ എന്നുള്ള രീതി പറഞ്ഞ് അങ്ങനെ അതിൽ ഫൈനലിസ്റ്റ് ആയപ്പോഴേ എനിക്ക് സന്തോഷം. ഇങ്ങനെയാണല്ലോ, കാരണം എൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ എൻ്റെ അമ്മ കാണാൻ വരുന്നു, ആദ്യമായിട്ട് എൻ്റെ ഡാൻസ് സ്റ്റേജിൽ കാണാൻ വരുന്നു. അമ്മ കാണാൻ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇത്, കാരണം വലിയ ചാനൽ, ഇങ്ങനെ LED വോള്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ലോകമാണ് അതൊക്കെ. എൻ്റെ ലൈഫിൽ നമുക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റാത്ത സംഭവം. അപ്പം അമ്മയൊക്കെ വന്ന് ഇങ്ങനെ സന്തോഷമായിട്ടിരുന്ന് കാണാൻ പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് റൗണ്ട് ഫ്ലോപ്പ് അവിടെ. മറ്റേ ജഡ്ജസൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നത്, ഞങ്ങൾ ഇതല്ല എക്സ്പെക്ട് ചെയ്തത്, ഇതുകൊണ്ടല്ല വിളിച്ചത്. ഞാൻ നാണം കെട്ട്, എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ നാണം കെട്ട്, എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട്. ഞാൻ മാറിയൊക്കെ നിന്നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. പിന്നെ വാശി വന്ന് ഓരോ റൗണ്ടും കയറി വന്ന് ഓരോരുത്തരെ ബാക്കിലോട്ടാക്കി കയറി വന്ന് ഫൈനലൊക്കെ എത്തിയപ്പോൾ, അതിനിടയ്ക്ക് സെമിയൊക്കെ എത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാർ ഔട്ടായി അതിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വാശിയായി, എങ്ങനെ ഫൈനലിൽ കയറണമെന്നുള്ള വാശി. അങ്ങനെ ഫൈനലിൽ കയറി. അതിൽ എൻ്റെ കൂടെ ബാറ്റിൽ ചെയ്ത എല്ലാവരും, ലൈക്ക് ഫൈനലിൽ എത്തിയ എല്ലാവരും എല്ലാ റിയാലിറ്റി ഷോ ഓൾറെഡി ചെയ്ത് തെളിഞ്ഞ് നിൽക്കുന്നവരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ അതിലല്ലാതെ. ഇങ്ങനെയും കയറണമെന്നുള്ള മൈൻഡായിരുന്നു, ചെയ്ത്. പിന്നെ അതിൽ എന്തോ ഭാഗ്യത്തിന് സെക്കൻഡ് റണ്ണറപ്പായി. അത് കാണാൻ അമ്മ വന്നിരുന്നു. അത് കാണാൻ അമ്മ വന്ന്, അച്ഛൻ വന്ന്, എല്ലാവരും. അമ്മയ്ക്കോ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത അമ്മ. പിന്നെ ഞാൻ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള രീതിയായി. അപ്പൊ അത് ചേഞ്ച് ചെയ്തല്ലേ എല്ലാവരുടെയും മൈൻഡ് സെറ്റ്? ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. പിന്നെ അതുവഴി എനിക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ലൈഫ്? ഈ ഡാൻസ് അടിപൊളിയായിരുന്നു. കുറേ കൊറിയോഗ്രഫീസ് ആയിട്ട് എനിക്ക് കുറേ സംഭവം കിട്ടി. എന്നുവെച്ചാൽ ഡാൻസ് വഴി നമുക്ക് പൈസ ഉണ്ടാക്കാം, അങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഭവമൊക്കെ കിട്ടി. ഭയങ്കര ഇതായി, കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. വേറെ റിയാലിറ്റി ഷോയിൽ ഗസ്റ്റ് വിളിച്ചു.
ഒക്കെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, അടിപൊളിയായിരുന്നു. എത്ര നാള് അങ്ങനെ ഡാൻസ് കൊണ്ട് നടന്നു അത് കഴിഞ്ഞു? കുറച്ച് വർഷം ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്നു അത്യാവശ്യം. പിന്നെ ഈ കോവിഡൊക്കെ വന്നപ്പോഴാണ് കുറച്ച് നമ്മൾ എല്ലായിടത്തും, കാരണം എല്ലാ റിയാലിറ്റി ഷോസും ബാക്ക് ഔട്ടായി അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് കുറേ വേറെ റിയാലിറ്റി ഷോസൊക്കെ ഇങ്ങനെ സെലക്ട് ആയി. പക്ഷെ പിന്നെ പോകാൻ പറ്റാതെ കോവിഡൊക്കെ വന്നപ്പോൾ എല്ലാം മാറി മാറി വന്നപ്പോഴത്തേനും എല്ലാം ക്യാൻസലായി. മൂവീസിൽ എന്തെങ്കിലും? മൂവീസിൽ ആക്ച്വലി വിളിച്ചു. അപ്പോൾ ഇവരിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതാണ് സംഭവം, ഇങ്ങനെ ഒരു ഓഡിഷൻ അല്ല, അതിനെന്താ പറയുന്നത്, ഗ്രൂം അല്ല വർക്ക്ഷോപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, വർണ്ണം. എനിക്കറിയില്ല ഇതൊന്നും, എനിക്കിതൊക്കെ പേടി. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ പരിസരത്തെ പോയില്ല. പക്ഷെ ആ പടമൊക്കെ ഇറങ്ങി, കൊള്ളാം, നല്ല പടമായിരുന്നു. അതില് റിഗ്രറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റിഗ്രറ്റ് എന്ന് വെച്ചാൽ റിഗ്രറ്റ് ആയിട്ടില്ല, ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി എന്നുള്ളൊരു ചെറിയൊരു സംഭവം ഉണ്ട്. പക്ഷെ ഇല്ല, വലിയ കുഴപ്പമില്ല. എപ്പോഴാണ് സ്റ്റോറീസ് ബൈ ആഹിഷിലേക്ക് വഴിതിരിഞ്ഞത്? അത് എൻ്റെ പണ്ടിരുന്ന കൂൾ പാഡ് സെറ്റായിരുന്നു, ഒരു ഫോൺ ആൻഡ്രോയിഡ്. അപ്പോൾ ഞാൻ ഡാൻസർ അല്ലേ, അപ്പോൾ നമ്മളെ പേജിൽ നമ്മളെ ഡാൻസ് നമ്മൾ ഇടണം. അതിൽ ഡാൻസ് എടുത്താൽ കരപ്പടിച്ച പോലെ ഇരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. അപ്പം ഒരു ഐഫോൺ ഉള്ള ആരെങ്കിലും വിളിക്കും, എൻ്റെ ഫ്രണ്ടിനെ കിടന്ന് ഒരു 10 പേരെ ഞാൻ കിടന്ന് വിളിക്കണം, ഇങ്ങനെ വീഡിയോ എടുക്കണോളാ അതൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. അതിലേതെങ്കിലും ഒരുത്തൻ വരും, നമ്മൾ പോയി വീഡിയോ എടുക്കും. അത് എഡിറ്റ് ചെയ്യണമെങ്കിലും ആൻഡ്രോയിഡ് ഇട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കരപ്പടിച്ച പോലെ ഇരിക്കും വീണ്ടും. അപ്പം അവൻ്റെ ഫോണിൽ തന്നെ, ഐഫോണിൽ തന്നെ ഞാനിരുന്ന് എഡിറ്റ് ചെയ്യും. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡ് ചെയ്യുമ്പോഴത്തേനും വീണ്ടും കരപ്പടിച്ച പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടും. അപ്പം അതിനും ഐഫോൺ ഉള്ള ഒരാളെ വിളിച്ചു. അപ്പം എല്ലാത്തിനും നമ്മൾ ഒരാളെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്ന. പക്ഷെ എനിക്ക് മെയിനായിട്ട് ഈ ഫോണിലൊന്നും ക്രേസ് ഇല്ല, ഫോണ് ബൈക്ക് അങ്ങനെയൊന്നും ക്രേസ് ഇല്ല, ഞാൻ നോക്കൂല, സൂക്ഷിക്കൂല. ഒരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ ആ ഫോണ് എത്ര വർഷമായി, 6-8 വർഷമായി ആ ഫോണ്. അതിന് അതൊരു ആരും ഉപയോഗിക്കൂല. അത് നോക്കിയപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ഇങ്ങനെ നടക്കും. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, എടാ ഫോൺ മാറ്റി. ഞാൻ ഡിസ്പ്ലേ മാറ്റിയാ പോലും. പറഞ്ഞില്ല, നീ ഫോൺ മാറ്റി, നിനക്ക് യൂസ് അല്ലേ, ഐഫോൺ എടു. അത്രയും പൈസ ഉള്ള ഫോണൊന്നും എനിക്ക് യൂസ് ഇല്ല, പക്ഷെ വേറെ കാര്യമില്ല. അപ്പം പറഞ്ഞു, നീ വീഡിയോ എടുക്കാൻ 10 പേരെ വിളിക്കുന്നില്ലേ, ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഐഫോൺ എടുന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ അടുത്ത് ചോദിച്ചു, എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയ ഫോൺ അത്, എനിക്ക് വേറൊരു പർപ്പസും ഇല്ല, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഐഫോൺ എടുന്നു. ശരി, ഓക്കെ. അങ്ങനെ പോയി ഞാനും എൻ്റെ ഫ്രണ്ടിക്ക് ഒരു ഐഫോൺ എടുത്ത്. എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യണം, എന്തെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഞാനിങ്ങനെ കുറേ സ്ഥലങ്ങളുടെ വീഡിയോ ചുമ്മാ പോയി എടുത്തിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തെടുത്ത് ഇങ്ങനെ ചുമ്മാ സ്റ്റോറിയും അത് ഇതൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെ എനിക്ക് ഒരു തുണിക്കടയിൽ നിന്നെ വിളിച്ച് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടു, കൊള്ളാം, ആദ്യമായിട്ടാണ് നമ്മളെടുത്തേക്ക് പറയാം വീഡിയോസിന്റെ കേസിൽ. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, പേയ്മെന്റ് തരാം. പേയ്മെന്റ് നോക്കിയപ്പോഴത്തേനും എനിക്ക് അന്ന് പേയ്മെന്റ് കുറേ അറിഞ്ഞൂടാ, കാരണം നമ്മൾ ഫോണിലാണ് എടുക്കുന്നത്, അതിന് എത്ര രൂപ ആവുന്നതാണ്. അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു വീഡിയോക്ക് 50 രൂപ 100 രൂപക്ക്. ഡാൻസ് വഴി നമുക്ക് ഉണ്ടാകാം, ഇതുവഴി നമുക്ക് ഓക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ. 50 രൂപ, ഓക്കെ ശരി. അത് കഴിഞ്ഞപ്പോൾ വേറൊരുത്തൻ്റെ കൂട്ടുകാരെ റീൽ എടുക്കാൻ വേണ്ടി വെച്ചു. അവനിങ്ങനെ പറഞ്ഞു, ഫുഡ് വാങ്ങിച്ച് തന്നിട്ട് ഒരു 100 രൂപ തരാം. 100 രൂപ, ഓക്കെ. നമുക്ക് അറിഞ്ഞൂടല്ലോ ഇതെങ്ങനെ പൈസ വാങ്ങിക്കണം, അറിഞ്ഞൂടല്ലോ. എനിക്കെങ്ങനെ എഡിറ്റ് ചെയ്തൊന്ന് തെളിഞ്ഞാൽ മതി. അങ്ങനെ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി, ഡാൻസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ച് ഇച്ചിരി ഇതായി. അങ്ങനെ ഒരു പേജ് തുടങ്ങിയിട്ട് ഒരു ദൈവത്തിന്റെ വീഡിയോ, ശിവന്റെ ഒരു വീഡിയോ ഞാൻ ചുമ്മാ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ 1 മില്യൺ കഴിച്ചു. 1 മില്യൺ നമ്മൾ മാക്കുമാങ്ങനെ ചത്തെടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് ഇട്ടാ ഇങ്ങനെ 100, 200 ഇങ്ങനെ പയ്യെ പോകും. ഇതിങ്ങനെ എടുത്തിട്ടപ്പോൾ ഇങ്ങനെ കയറി, കൊള്ളാം. അപ്പോൾ എല്ലാവരും ഭയങ്കര അഭിപ്രായമൊക്കെ പറയുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് വിട്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി മാളവിക ഇങ്ങനെ വിളിക്കുന്നത്, പിച്ചു എനിക്കിങ്ങനെ സാരി ഉടുത്തിട്ട് ഇങ്ങനെ മുടിയൊക്കെ കെട്ടി ഞാൻ ചായ ഇടണ പോലത്തെ ഒരു നല്ല അടിപൊളി ലുക്കിൽ വീഡിയോ എടുക്കണം. അങ്ങനെ ശരി, എനിക്ക് ആ സമയത്ത് എങ്ങനെ എഡിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി, പുതിയ ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കിടന്നപ്പോൾ ഞാൻ വെച്ച് സാരി ഉടുത്തിട്ട് എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്നില്ലേ, ചായ ഉണ്ടാക്കുന്ന എല്ലാ പെണ്ണുങ്ങളും ഭയങ്കര സുന്ദരിയായിട്ട് കാണണം. നമ്മൾ ഡെയിലി ലൈഫിൽ അങ്ങനെ അല്ലല്ലോ, ഉറക്കം എണീച്ച് നോർമലി പോയി ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ കൊള്ളൂല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറയും, ആ പാറ്റേൺ പിടിക്കാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവളെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും സാരിയൊക്കെ കൊടുത്ത് ഓപ്പോ സുന്ദരിയായിട്ടൊക്കെ എൻ്റെ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ചെന്നിരുന്നിട്ട് മാളു ഇങ്ങനെ
നീ പോയി നൈറ്റ് ഇടുന്നു. നൈറ്റ് അല്ല നീ ഇട്. എന്തോന്ന് നീ മറ്റേ ഒരു വീഡിയോ, ഞാൻ മറ്റേ തന്നെ അത് വേറെ രീതി എടുക്കാം, നീ നൈറ്റ് ഇടുന്നു. നൈറ്റ് ഇട്ടുണ്ടോ? അപ്പൊ മേക്കപ്പ് ഇരിക്കണം. ഞാൻ മുഖം കഴിവ് പറ്റൂല, പെണ്ണുങ്ങൾക്ക് എന്താ വെച്ചാൽ സുന്ദരിയായിട്ടിരിക്കണം. ഇല്ല നീ മേക്കപ്പ് മാറ്റി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം നോക്കാം, ഈ ചായ ഉണ്ടാക്കണതിനെ തന്നെ എഡിറ്റ് ചെയ്ത് പല രീതിയിൽ ചെയ്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ കൊടുത്ത് ഒരു സ്റ്റോറി പോലെ ചെയ്യാം. ശരി എന്ന് പറഞ്ഞ് ചെയ്തു. വീട്ടിൽ ചെന്ന് ഞാൻ എഡിറ്റ് ചെയ്തൊരു ഇതായപ്പോൾ എനിക്ക് വർക്കായി, പേഴ്സണലി വർക്കായി. അപ്പം ഞാൻ എന്തുണ്ടെങ്കിലും ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചേട്ടനെ കൊണ്ട് കാണിക്കും, ഔട്ട് ഇറക്കിയിട്ട് വീട്ടിലുള്ളവരെ കാണിക്കും. ചേട്ടനെ കൊണ്ട് കാണിച്ചപ്പോൾ അപ്പോൾ വർക്കായി, സാധനം സെറ്റ്. അങ്ങനെ ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു. പാതിരാത്രി 12 മണിക്ക് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ അവളെ വിളിക്കുകയാണ്, മാളു പറയടാ ഒരു സാധനം ഞാൻ എഡിറ്റ് ചെയ്ത് നാളെ അല്ല ഇപ്പൊ കാണുമെന്ന് പറഞ്ഞു. അയച്ചു കൊടുത്തു അവൾക്കും വർക്കായി. അങ്ങനെ പോസ്റ്റ് ചെയ്തു, അതും കയറി. എനിക്കിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് 1 മില്യൺ. കൊള്ളാം സാധനം. അങ്ങനെ ആ പേജിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ എഡിറ്റിങ് ചെയ്യുന്നത് വർക്കാവുന്നുണ്ട്. പിന്നെ ആ വീഡിയോസ് കണ്ടിട്ട് കുറെ ഇങ്ങോട്ട് വർക്ക്സ് വന്നു തുടങ്ങി. അങ്ങനെ പയ്യെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എനിക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ വർക്കൊക്കെ എടുത്ത് ചെയ്യണമെന്ന് താല്പര്യമില്ല, ചുമ്മാ ഒരു ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. അങ്ങനെയാണ് സ്റ്റോറീസ് ബൈ ആഹിഷ് തുടങ്ങിയത്. ആദ്യം സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അത് അല്ല സംഭവം ഡാൻസിന്റെ റിയാലിറ്റി ഷോ കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഞാൻ ഇതൊക്കെ തുടങ്ങിയത്. എന്നാലും അതിൽ ഓവറായിട്ട് യൂസ് ചെയ്യില്ല. ഞാൻ എപ്പോഴും കൊറിയോഗ്രഫി വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ പേഴ്സണൽ ട്രെയിനിങ്, പിന്നെ അല്ലാത്ത റിയാലിറ്റി ഷോസ് അങ്ങനെയൊക്കെ പോയി പഠിപ്പിക്കലായിരുന്നു കൂടുതൽ. അതുകൊണ്ട് അധികം അങ്ങനെ ഹാൻഡിൽ ചെയ്യില്ല. കുറച്ച് വല്ല വീഡിയോസ് ഒരു മാസം ഇട്ടാൽ പിന്നെ അടുത്തത് 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ. നമുക്കറിയില്ല ഇതിന്റെ അൽഗോരിതം എങ്ങനെയാണ്, ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഇരുന്നു. പിന്നെ എപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതൽ പോസ്റ്റ് ചെയ്യണം, അതിൽ എഫേർട്ട് ഇടണം എന്നുള്ള ഒരു തോന്നൽ വന്നത് എപ്പോഴാണ്? ഈ ഞാൻ പറഞ്ഞില്ല ചായ ഉണ്ടാക്കുന്ന വീഡിയോ, അത് കഴിഞ്ഞിട്ട് 1-2 വീഡിയോസ് ഇങ്ങനെ സ്റ്റോറി പോലെ ചെയ്തു ഞങ്ങൾ. ഓരോന്നിട്ടപ്പോൾ എല്ലാം കയറുന്നുണ്ട്. പക്ഷേ എൻ്റെ കുഴപ്പം ആ സമയത്ത് കൊറിയോഗ്രഫീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഞാനൊരു ഡിസംബറിൽ വീഡിയോ ഇട്ടാൽ അടുത്ത ജാനുവരി ഫെബ്രുവരിയിലായിരിക്കും അടുത്ത വീഡിയോ. അത് കഴിഞ്ഞ് വീണ്ടും കുറേ ഗ്യാപ്പ് എടുത്തിട്ടാണ് അടുത്ത വീഡിയോ. പക്ഷെ എല്ലാം കയറുന്നുണ്ട്. അങ്ങനത്തെ ഇതായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്കെ ആയപ്പോൾ നവംബർ ആയപ്പോഴാണ് ഞാൻ അടുപ്പിച്ചൊരു 3 വീഡിയോ എന്തോ ഇട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഫോളോവേഴ്സ് കുറച്ചിങ്ങനെ കയറി, വീഡിയോസ് ഭയങ്കരമായിട്ട് റീച്ച് ആവുന്നു. അതുവഴി ഞാൻ ലൈക്ക് ഇതുവഴി എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം എനിക്കറിയാം. കാരണം കുറേ എഡിറ്റേഴ്സ് എന്നെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ചെയ്യുന്ന വീഡിയോസ് ഭയങ്കര ഇതാണ്, നീ പുറത്തുനിന്ന് വർക്ക് എടുത്ത് ചെയ്യും. ഞാൻ ചെയ്യണുണ്ട്, ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ബ്രാൻഡൊക്കെ വന്ന് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എത്ര രൂപ മേടിക്കും? ഞാൻ പറഞ്ഞു 100 രൂപ 50 രൂപ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്റെ തലയിട്ട് അടിച്ചിരുന്നു. എന്നെ പരിചയമില്ല, പുള്ളിക്ക് എന്നെ പരിചയമില്ല. എൻ്റെ അടുത്ത് തലയിട്ട് അടിച്ചിരുന്നു. അവൻ എന്ത് കേട്ടോ അവന് നീ ചെയ്യുന്ന ഔട്ട് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ക്യാമറയൊന്നുമില്ല, ഞാൻ ഫോണിലല്ലേ ചെയ്യുന്നേ. അപ്പോൾ ഫോണിൽ ചെയ്യണമെന്ന് പറഞ്ഞു, നിന്റെ ഔട്ട് നീ കണ്ട, നിനക്ക് കിട്ടുന്ന റീച്ച് നീ കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് അവർ നിന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് വിളിക്കണത്. ഞാനൊക്കെ ഇവിടെ ക്യാമറ എടുത്തിട്ട് എനിക്ക് 500 വ്യൂസ് പോലും നേരെ കിട്ടുന്നില്ല. അപ്പം ഞാനൊരു ഇത്ര പേയ്മെന്റ് മേടിക്കണം, എനിക്ക് അതിന്റെ ഇരട്ടി മേടിക്കാം. ഈ ക്യാമിലല്ല കാര്യം, നീ കൊടുക്കുന്ന ഔട്ടിലാണ് കാര്യം എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നീ ഒരിക്കൽ പറഞ്ഞു നോക്കുന്നു. ഒരിക്കൽ ട്രയലിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേറെ കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്തു. ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പേയ്മെന്റ് ചേച്ചി ഇങ്ങനെയാണ്. ഒരു വീഡിയോ 30 സെക്കൻഡ് വീഡിയോ, ചേച്ചി എൻ്റെ പേയ്മെന്റ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ട്രയൽ ചുമ്മാ പറയണതാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു എമൗണ്ട്, അതിൽ നിന്നും കുറച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പേടി, ഓ ആണല്ലേ ഓക്കെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത്. ഞാൻ പോയി 100 രൂപ കിട്ടുന്നപ്പോ കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഓക്കെ ആണ് കേട്ടോ. ആ രീതിയില് അപ്പൊ എനിക്ക് മനസ്സിലായി ലൈക്ക് എങ്ങനെയാണ്. എന്നിട്ട് ഇപ്പം എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ ഓരോ ചെയ്യുന്ന വീഡിയോക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ആഹിഷ 16 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം 1 മില്യൺ കൂടുതൽ അടിച്ചിട്ടുണ്ട്. മില്യൺസിലാണ് വ്യൂസ് എല്ലാം അല്ലേ. ഓരോ വീഡിയോനും പ്രത്യേകത ഉണ്ട് അല്ലേ ആയിഷ ചെയ്യുന്നതിൽ. എല്ലാത്തിനും ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതൊരു അല്ലേ കോൺഷ്യസ്ലി ചെയ്യുന്നതാണോ അതോ അത് ഇപ്പം ഞാൻ കൂടുതൽ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഡെയിലി ലൈഫിൽ എന്താണ് കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടണത്,
അവന്മാരാരെങ്കിലും തേക്കുമ്പോൾ എന്താണ് അവരെ അനുഭവം, അല്ലെങ്കിൽ ഒരു ഗേളിന് എന്താണ് നടക്കുന്നത്, സൊസൈറ്റിയിൽ പറയാൻ എനിക്ക് തോന്നുന്നത്, ഇതൊക്കെ ഞാൻ എടുക്കും. ബാക്കി എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടിയിട്ട് ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് പറയണ മെസ്സേജിനെ ഒരു ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ട്വിസ്റ്റ് അതൊരു എന്താ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ അതോ അത് നാച്ചുറലി ആലോചിക്കുമ്പം വരുന്നതാണോ? അല്ല, എനിക്ക് ഈ സസ്പെൻസ് ഉള്ള സിനിമ ഭയങ്കര ഇഷ്ടമാണ്. നോർമലി സിനിമ കാണാൻ പോകുമ്പോൾ തിയേറ്ററിലൊക്കെ ഇങ്ങനെ സർപ്രൈസ് എലമെന്റ്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ റീല് കണ്ടോണ്ടിരുന്നിട്ട് പെട്ടെന്ന് ലാസ്റ്റ് വേറെ സാധനം സെറ്റ് അങ്ങനത്തെ മീൻസ് എന്നാൽ കഥയോട് ഇതിലായിട്ട് കണക്റ്റ് ആയിട്ടും ഇരിക്കണം, എന്നാൽ അതൊരു ട്വിസ്റ്റും ആയിരിക്കണം. അങ്ങനത്തെ ഒരു രീതിയിൽ അത് എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ മൈൻഡിൽ ആലോചിക്കും. ഒരു ത്രെഡ് കിട്ടുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും എൻഡ് ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ ആലോചിച്ച് അങ്ങനെ ചെയ്യും. അഭിയും കുറെ ആയിഷിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ചില സമയത്ത് ആ ത്രെഡ് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ആയിഷ് അത് റീവർക്ക് ചെയ്തിട്ട് അതിലും ഭംഗിയായിട്ട് വരും അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് ആ പ്രോസസ് ചെയ്യുന്നത്, ആ ഒരു റീവർക്ക് ചെയ്യുന്നത്? ഒരു സ്റ്റോറി യൂഷ്വലി നമുക്കൊരു റൈറ്റർ ആകുമ്പോഴും ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ പിന്നെ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണല്ലോ സ്ക്രിപ്റ്റിനോട്. പക്ഷേ ആയുഷ് അങ്ങനെയല്ല. അതും ഈ പറഞ്ഞ മറ്റേ കുട്ടിയുടെ അതാദ്യം നമ്മൾ കേട്ടപ്പോൾ വേറൊരു സ്റ്റോറിയായിരുന്നു. അത് പിന്നെ അതിന്റെ സിനാറിയോ ഒക്കെ മാറ്റി അല്ലേ ചെയ്തു. അപ്പൊ അതെങ്ങനെയാണ് ആ പ്രോസസ്? ആ സ്ക്രിപ്റ്റിനോട് ആ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, മെയിനായിട്ട് എന്ന് വെച്ചാൽ ഇന്ന സാധനം കൺവേ ആവണം, എനിക്ക് അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളെടുക്കുന്ന ഏത് ത്രെഡ് ആണെങ്കിലും ആ ഇത്രയുള്ള ത്രെഡിന്, കാരണം നമ്മൾ ചെയ്യുന്ന 1 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ 1.5 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെയൊക്കെ, ആ ത്രെഡ് വർക്കൗട്ട് ആവണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ മെയിനായിട്ട് കുറേ പേരെയും സജഷൻ ചോദിക്കും. എന്നുവെച്ചാൽ ഇപ്പം എനിക്കിഷ്ടപ്പെടുന്ന കഥയല്ലായിരിക്കും ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ കാണിക്കും. ഫസ്റ്റ് എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണായിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ വെളുക്കിരുന്ന് എഡിറ്റ് ചെയ്യും. ക്രൈസ് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും. ഇങ്ങനെ ഇപ്പം ഇന്നെടുത്ത വീഡിയോ രാത്രി ചെന്നിരുന്ന് എനിക്കൊരു പാർട്ട് ടൈം വർക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് 11 മണിക്ക് ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യും. 6 മണി വരെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് അതേപോലെ എഡിറ്റ് ചേട്ടനെ കൊണ്ട് കാണിക്കും. ഫുൾ ഔട്ട് വരുമ്പോൾ ഇങ്ങനെ ചേട്ടനെ കാണിക്കും. ഇങ്ങനെ വന്ന് അങ്ങനെ അല്ലായിരിക്കും, എന്തായാലും എനിക്ക് മനസ്സിൽ തോന്നും, എപ്പോഴും കൊണ്ട് കാണിക്കും. അപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണും. പക്ഷെ വലിയ എക്സ്പെക്ടേഷൻ ഇല്ല, എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. ഞാൻ വീഡിയോ നോക്കൂല, ഞാൻ അവൻ്റെ ഇങ്ങനെ മുഖം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ചിരിക്കണോ അല്ലെ എൻഡിൽ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് എൻഡിൽ ഇങ്ങനെ പറയും കൊള്ളാം. അപ്പൊ എനിക്ക് സാധനം വർക്കായി. എന്നിട്ട് ഞാൻ റഫ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കുറെ പ്രാവശ്യം ഇരുന്ന് റീവാച്ച് ചെയ്യും, എന്നിട്ടേ ഞാൻ ഇത് ചെയ്യുള്ളൂ. പിന്നെ ഒരു ത്രെഡ് കിട്ടുമ്പോൾ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറേ പേരടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാവർക്കും വർക്ക് ആവണമെങ്കിൽ എടുക്കും. പക്ഷെ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണില്ല, അതൊരു ബുദ്ധിമുട്ടാവത്തില്ലേ? അല്ല, എനിക്ക് ചിലത് വർക്കായി ഇതെനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആണ്. അപ്പോൾ എഡിറ്റിങ്ങിൽ എനിക്കിത് നല്ല രീതിക്ക് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഫിക്സ് ചെയ്യും. ബാക്കി കാര്യങ്ങൾ മാത്രമേ മാറ്റാൻ നോക്കുള്ളൂ. എപ്പോഴെങ്കിലും ഫുൾ എഡിറ്റ് ചെയ്തിട്ട് വർക്ക് ആവാണ്ടിരുന്നിട്ടുണ്ടോ? ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വിചാരിച്ച പോലെ ആവുന്നില്ല എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടോ? ആക്ച്വലി ഞാനൊരു ഇങ്ങനെ കണ്ണ് കണ്ടുകൂടാത്തൊരു സാധനം ചെയ്തു. എനിക്ക് എപ്പോഴും ഇടി തൂക്കിയെടുത്ത് അടിക്കണം. അപ്പൊ എഡിറ്റ് ചെയ്യാൻ കുറെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എൻ്റെ മൈൻഡില്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ കണ്ണ് കണ്ടുകൂടാത്ത ഒരു വലിയ ഇമോഷൻ അല്ല, എന്നാലും അങ്ങനത്തെ ഒരു സാധനം ചെയ്യാം. ഞാൻ ഫുള്ള് വീഡിയോ എടുത്ത്, ആ പയ്യനാണെങ്കിൽ നല്ല രീതിക്ക് അഭിനയിക്കുന്നു, അവള് മന്തിയെ പോലെയൊക്കെ പറഞ്ഞു കൊടുത്ത പോലെയൊക്കെ ചെയ്യുന്നു. ഫുൾ ഔട്ട് വന്ന് ഞാൻ വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്ത് എനിക്കെന്ന് വെച്ചാൽ ചറപറയെന്ന് പറഞ്ഞു പോകണം, ഇങ്ങനെ പറഞ്ഞു പോകണം, എന്നാലും ഒരു രസമുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും മൊമെന്റ് ഒക്കെ വരണം. എനിക്ക് എന്ത് കിട്ടിയിട്ടും സംഭവം എനിക്ക് മൈൻഡിൽ എൻഡിലൊരു സാധനമുണ്ട്, അവന്റെ കണ്ണ് ഇതിലാണ് വെച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് എന്ത് കണ്ടിട്ടും എനിക്കൊരു തൃപ്തി പറഞ്ഞില്ല. എനിക്ക് ഏത് വീഡിയോ ചെയ്താലും ഔട്ട് വരുമ്പോൾ എനിക്ക് തൃപ്തി വരില്ല. ഞാൻ ഇപ്പൊ 16 വീഡിയോ ചെയ്തിട്ടുണ്ട്, 16 എനിക്ക് തൃപ്തിയില്ല, എനിക്ക് ഡൗട്ട്ഫുൾ ആണ് എപ്പോഴും. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ തീരെ തൃപ്തിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ മാളുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് പോസ്റ്റ് ചെയ്യണോ വേണോ, എനിക്ക് വർക്ക് ആവണില്ല. അപ്പൊ മാളു പറഞ്ഞു ഇല്ലടാ കൊള്ളാം,
ശരി ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, വേറെ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു. അയച്ചു കൊടുത്തപ്പോൾ അവരെ കമന്റ്സും അവർ ഇതൊക്കെ പറഞ്ഞു തന്നു, ഇങ്ങനെ ഭയങ്കര രസമുണ്ട് അതാണ്. പക്ഷെ എനിക്ക് ഓർക്കാറുള്ളൂ, എനിക്ക് ഇമോഷൻ അങ്ങ് പറ്റ കുരുക്കടില്ല. അങ്ങനെ ലൈക്ക് ഇടാതെ ഇരുന്നില്ല, ഇട്ട് അതും കയറി എന്തോ 2-3 മില്യൺ കയറി. ഞാൻ ആലോചിച്ചു, അപ്പൊ എന്റെ കുഴപ്പമാണ്, എന്ത് ചെയ്താലും തൃപ്തിയില്ലാത്ത എന്റെ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ. ഇത് തുടങ്ങിയപ്പം ഡാൻസ് ഇത് എഡിറ്റിംഗ് ഒരിച്ചിരി രസമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഡാൻസ് ഒരു 1 year 2 year ബ്രേക്ക് എടുത്തിട്ട് ഇത് ഫോക്കസ് ചെയ്യാം, എഡിറ്റിംഗ് ഫോക്കസ് ചെയ്യാന്ന് വെച്ച്. അങ്ങനെ എഡിറ്റിംഗ് ഫോക്കസ് ചെയ്തു. ഇപ്പം ഡാൻസ് ഞാൻ ചെയ്യുന്നില്ല, ഒട്ടും ചെയ്യുന്നില്ല. അങ്ങനെ വർക്ക്ഷോപ്പും കാര്യങ്ങളും പിന്നെ അല്ലാതെ ഇങ്ങനെ കൊറിയോഗ്രഫി ഒക്കെ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് അറിയാന്നുള്ള പയ്യന്മാർക്ക് ഞാൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കും, അമ്മമാര് വിളിച്ച് കോൺടാക്ട് ചെയ്തെല്ലാം കൊടുക്കും. ഞാൻ ഇപ്പം മൊത്തത്തിൽ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ബ്രേക്ക് എടുത്ത് എഡിറ്റിംഗ് മാത്രം. പക്ഷെ മിസ് ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ ഓരോ ഈ വല്ല അമ്പലത്തിലേക്ക് പോകുമ്പോ അവര് കളിക്കാൻ കാണുമ്പോൾ ഞാൻ അവിടെ എനിക്കറിയാം. 2 ദിവസം മുന്നേ അന്ന് വീട്ടിൽ വന്നപ്പോഴും പാട്ട് കേട്ടപ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് വരും. പക്ഷെ അതിന് വേണ്ടി ഇപ്പൊ ഞാൻ നിൽക്കണില്ല, ഇപ്പൊ എഡിറ്റിങ്ങിന് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കണം. പിന്നെ എഡിറ്റിംഗ് വഴിയും നമുക്ക് നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാം. കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം ഒരു ധാരണ കിട്ടി. കാരണം നമ്മൾ ചെയ്യുന്നതിന് ഒരു ലൈക്ക് നമ്മൾ ചെയ്യുന്ന കണ്ടന്റും ഇതൊക്കെ ഇത്ര റീച്ച് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ഇത്ര ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വർക്ക് എനിക്കിപ്പം പേഴ്സണലി കുറെ DMs വരുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്ന പേയ്മെന്റും കിട്ടുന്നുണ്ട്. അവര് ലൈക്ക് ക്യാമറയാണോ എന്നൊന്നും അല്ല നോക്കുന്നത്, ഫോണാണെന്ന് പറഞ്ഞാൽ അവർക്ക് വില്ലിങ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഔട്ടിലാണ് അവർക്ക് താല്പര്യം. അതുവഴിയും എനിക്ക് ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാന്ന് വെച്ചു കുറച്ച് ഒരു 2 വർഷം. തിരിച്ച് ഡാൻസിലേക്കാണോ? ഡാൻസ് വേണം, ഇല്ലെന്നല്ല. ഏതായിരുന്നു ഏറ്റവും ഫാസ്റ്റസ്റ്റ് 1 million അടിച്ച വീഡിയോ? ഒരു കാറിന്റെ വീഡിയോ ഞാൻ ചെയ്തു. ഞാനിങ്ങനെ നിങ്ങളുടെ അബീനെ ഞാനിങ്ങനെ വിളിച്ചു, അബി എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പം അങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അബി ഇങ്ങനെ ഒരു കാറിന്റെ വീഡിയോ ഉണ്ട്, ഇങ്ങനെ ഒരു ചെറിയ സാധനം. അപ്പൊ ഇങ്ങനെ എന്തൊക്കെ സംഭവം ചെറിയ സാധനോടാ, ഇങ്ങനെ കാറിന്റെ വീഡിയോ ഇങ്ങനെ ഇന്നതാണ് ബ്രേക്ക് ആവുന്നു. അപ്പം അവളിങ്ങനെ ഓടിച്ച് ചെയ്യുന്നതിലാണ് സാധനം. ഓക്കെ അത് സെറ്റ് ചെയ്യും. അബി സെറ്റ് പറഞ്ഞു. അബി ഫോളോവേഴ്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കണം, ഞാനപ്പോ ഇങ്ങനെ. അപ്പൊ അബി സെറ്റ്. അപ്പൊ മാളുവിന് കാർ ഓട്ടിക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ എന്തോ ഞാനപ്പോ കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു എല്ലായിടത്തും പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് ഒരു ഇതിടാം, കാസ്റ്റിംഗ് കോള്. നമ്മൾ ആരും അല്ലെന്നറിയാം, എന്തായാലും ഇൻട്രസ്റ്റ് ആണെന്ന് 1-2 പേര് അയച്ചിട്ടുണ്ട്, അവരാരെങ്കിലും അയക്കും എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി ഇട്ട്. ഞാൻ വിചാരിച്ച് നാളെയൊക്കെ ആകുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ ഒരു 5 പേര് 10 പേര് ഇങ്ങനെ ചേട്ടാ ഇൻട്രസ്റ്റ് ആണ്, അപ്പൊ അവരെ ആരെയും വിളിക്കാം കാർ ഓട്ടിക്കുന്ന. ഞാനിങ്ങനെ അതിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ 100+ മെസ്സേജ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ആരും അയച്ചിട്ടില്ല. ബർത്ത്ഡേക്ക് വരും, അല്ലാതെ ആരും ഇങ്ങനെ അയച്ചിട്ട്. ഞാൻ ആലോചിക്കുന്നേ പേജിൽ ഫോളോവേഴ്സ് അത്രയില്ല. പക്ഷെ 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അയ്യോ 100+ മെസ്സേജ്. ഞാൻ ഇനി എന്ത് പറ്റിയ തുറന്നു നോക്കിയപ്പോ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ്. അതില് ഈ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു, എറണാകുളത്ത്, കൊല്ലം. ഞാൻ ട്രിവാൻഡ്രം എന്നാണ് ഇട്ടിരുന്നത്, എന്നാലും എല്ലാവരും അയച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി പേജില് എല്ലാവർക്കും എന്തോ ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളോട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഒരാളെ വിളിച്ചിട്ട് അഭിനയം വിളിച്ച് പെട്ടെന്ന് ഒരു സംഭവം പ്ലാൻ ചെയ്ത് എന്നിട്ട് വീഡിയോ ഇട്ടിട്ട് കാണിച്ചൊക്കെ കൊടുത്തപ്പോൾ എല്ലാവർക്കും വർക്കായി. ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനമായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലും വർക്കായി, സാധനമൊക്കെ വർക്കായി. പോസ്റ്റ് ചെയ്തു. എനിക്ക് അത് 6 മണിക്കൂറില 5 മണിക്കൂറില എന്തോ 1 million അടിച്ചു. ഇത് അങ്ങനത്തെ അത് ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇപ്പോഴും ഷോക്ക് ആവാറുണ്ടോ മില്യൺ അടിക്കും? പിന്നെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇട്ട കണ്ടന്റ് പോലും നമ്മള് ഗ്യാപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന കണ്ടന്റും ഉണ്ട്, പിന്നെ ഇങ്ങനെ ഗ്യാപ്പ് വരണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടന്റ് വിളിച്ചിട്ട് അപ്പൊ തന്നെ പോയി ചെയ്യും. പ്രീ പ്ലാൻഡ് ഒന്നുമില്ല, പോയി ചെയ്യും. അങ്ങനത്തെ കണ്ടന്റും ഉണ്ട്. ഞാൻ അങ്ങനെ പോയി ചെയ്തതാണ്. ഇപ്പൊ ലാസ്റ്റത്തെ ഒരു വീഡിയോ ചെയ്തു, അത് നോക്കിയപ്പോൾ പെട്ടെന്ന് കയറി അത് കുറേ റിയാക്ട് ചെയ്യുന്നത്. അത് ഇപ്പൊ 3 million ഒക്കെ ആയിരുന്നു. അതും ഇതേപോലെ ആയിരുന്നു, പെട്ടെന്ന് കയറുന്നു.
ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആൾക്കാർ എങ്ങനെ എടുക്കുന്നു ഏതെടുക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സ്റ്റോറീസിലൊക്കെ ടാലൻസിനെ നേരത്തെ പറഞ്ഞു, ഒരെണ്ണം പോസ്റ്റ് ഇട്ടിട്ടാണ് ടാലൻസിനെ വിളിച്ചത്. അല്ലാണ്ട് ഇങ്ങനെ സ്റ്റോറി വരുമ്പോൾ എങ്ങനെയാണ് ഓരോ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്നത്? അത് വേറൊന്നുമില്ല, നമുക്ക് ചിലവരെ കണ്ടു പരിചയമുണ്ടല്ലോ. അപ്പം ഇവരിത് ചെയ്താൽ എനിക്കത് ഓക്കെയാണ് എന്ന് വെച്ചാൽ ഇവർ ഈ ക്യാരക്ടർ ചെയ്താൽ എനിക്ക് വർക്കാണ്. ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരനായിരിക്കും, ചിലപ്പോൾ ഞാൻ ഒരു ഡാൻസ് വീഡിയോയിൽ കണ്ട ഒരു കൊച്ചായിരിക്കും. അങ്ങനത്തെ ഒരു കൊച്ചിനെയാണ് ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ ഒരു വേറെ വീഡിയോ എടുക്കാൻ പോയത് അവൻ്റെ ഒരു സ്വന്തം ചേച്ചിയുടെ കൊച്ച്. അങ്ങനെയാണ് ആ കൊച്ചിനെ ഞാൻ വിളിച്ചത്. ഡാൻസ് വീഡിയോ കാണിച്ചു തന്നെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി കൊച്ചു ചെയ്യും. അങ്ങനെ നമുക്കൊരു മൈൻഡിൽ ഇങ്ങനെ വരും, ഇന്ന ആള് ചെയ്താൽ അത് വർക്കാവും എന്നുള്ളൊരു മൈൻഡ് വന്നിട്ട് അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ എന്നെ കണ്ടപ്പോ ഗുസ്തി ചേച്ചി കാണാൻ ഭയങ്കര ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഭയങ്കര എന്തോ ഒരു ഇത്. അപ്പൊ ഞാൻ ഓക്കെ. എന്നിട്ട് ഞാൻ അവരുടെ പ്രൊഫൈലൊക്കെ കയറി ഇതൊക്കെ നോക്കി. ഞാൻ ചേച്ചീനെ വിളിച്ചു, ചേച്ചി ചെയ്ത സെറ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ചേച്ചിനെ വിളിച്ചു. ചേച്ചീനെ കൺവിൻസ് ചെയ്ത് ചേച്ചി എനിക്ക് പറ്റും. ഞാൻ ഇതുവരെ ആക്ട് ചെയ്തിട്ടില്ല, അതായിരുന്നു. പക്ഷെ അടിപൊളിയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ ശരിയായില്ലെങ്കിലും ആയിഷ് ട്വിസ്റ്റ് ചെയ്ത് മാറ്റിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മള് ഇപ്പം തീരെ ചെയ്യൂല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളിങ്ങനെ അവർക്ക് പറ്റണ രീതി പ്ലാൻ ചെയ്യും. പക്ഷെ അവിടെ വന്നപ്പോ ചേച്ചി ഭയങ്കരമായിട്ട് ചെയ്യും. സാധനം കിട്ടി, സെറ്റാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പം എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്? അല്ല, ഓൾറെഡി പ്ലാൻ എ പ്ലാൻ ബി കൊണ്ടു. അപ്പൊ ഇപ്പൊ ആ കൊച്ചിന്റെ വീഡിയോ തന്നെ കൊച്ചിന് ഞാൻ ആദ്യം ഡയലോഗേ പ്ലാൻ ചെയ്തില്ല. കാരണം കൊച്ചു കുട്ടിയാണ്, പറയത്തില്ല. എന്തെങ്കിലും ആക്ഷൻ കാണിച്ചിട്ട് അടി കൊടുത്തിട്ട് വരാന്നുള്ള മൈൻഡായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ പ്ലാൻ ബി ചിലപ്പോൾ വർക്കാവും. കൊച്ചിന്റെ ഡയലോഗ് പറയാൻ പറ്റും എന്നുള്ളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനത്തെ ഒരു 2 ഓപ്ഷൻ വെച്ചിരിക്കും ഞാൻ. അപ്പൊ നമ്മുടെ പ്ലാൻ ബി എന്തായിരുന്നു? ഒന്ന് വേറൊന്നുമില്ല, ഫാസ്റ്റ് കട്ടാണ് എന്റെ മൈൻഡിൽ ഇരുന്നത്. എന്ന് വെച്ചാൽ ചേച്ചി അധികം എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും ചേച്ചിക്ക് ആ ബോഡി നേച്ചർ വരും. അപ്പൊ ഞാൻ വിചാരിച്ചെന്തുവാ ഓക്കെ കുഴപ്പമില്ല, എക്സ്പ്രഷൻ അധികം കാണിച്ചില്ലെങ്കിൽ ഫാസ്റ്റ് കട്ട് ചെയ്ത് ഫൈറ്റ് പോലത്തെ ഒരു സാധനമല്ലേ, അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോ ചേച്ചി ചെയ്യുന്നു. അങ്ങനെ വെച്ച കുറച്ച് ഫ്രെയിം ഒക്കെ അത് നല്ല രസമായിരുന്നു. പക്ഷെ എനിക്ക് നല്ല അഭിപ്രായം വന്നു, നല്ല രീതിക്ക് വന്നു. ഇല്ലേ ചേച്ചിനായിട്ട് പൊക്കുന്നില്ല. പിന്നെ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി പറയുന്നു. വളരെ കുറച്ച് പേരാണ് ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് സംസാരിക്കാനുള്ള ആ ഒരു കറേജ് ധൈര്യം കാണിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ഇത് തന്നെ ഐ എം ഷുവർ ആഹിഷ് അതിട്ടപ്പോൾ കുറേ പെൺപിള്ളേർ മെസ്സേജ് ചെയ്ത് കാണും. എല്ലാവർക്കും ഉണ്ടായ അനുഭവമായിരിക്കും അല്ലേ? എസ്പെഷ്യലി നാട്ടിൽ എനിക്ക് തോന്നുന്നു എല്ലാ പെൺപിള്ളേരും ഇത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ആ വീഡിയോൻ്റെ എക്സ്പീരിയൻസ്? ആ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സ്റ്റോറി എന്തായാലും, കാരണം എൻ്റെ അടുത്ത് തന്നെ എനിക്കറിയാന്നുള്ള കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കേൾക്കുമ്പോൾ നമുക്കൊരു അതെങ്ങനെയാണ് ആദ്യത്തെ ത്രെഡ് എന്ന് വെച്ചാൽ ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അനുഭവം കിട്ടി. അപ്പം അതെൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടന്നു. സ്വന്തം കസിൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ലൈക്ക് ഒരു ബോയ് ആയിട്ട് നമുക്ക് ഇറിറ്റേറ്റഡ് ആയി ഭയങ്കരമായിട്ട്. മൈൻഡിൽ അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോൾ വേറൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ആലോചിച്ചു ഇതെന്ത് ഗേൾസിന് ഇങ്ങനെ ലൈക്ക് ഓക്കെ പുറത്തുനിന്ന് ഒരു ഔട്ട്സൈഡറോ ബസ്സിലോ ഒക്കെ ഓക്കെ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അത് കാണുന്നുണ്ട്. ഇത് കസിൻ തന്നെ ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെയുള്ള രീതിയൊക്കെ വന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. അപ്പം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ലൈക്ക് എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ എന്ത് റിയാക്ട് ചെയ്യാത്തെന്ന് ചോദിക്കും. അപ്പം തന്നെ സ്പോട്ടിൽ പ്രതികരിച്ചാൽ പോരെ, തീരൂലേ പ്രശ്നം? ഇല്ലടാ വീട്ടിലൊക്കെ അറിഞ്ഞാൽ എങ്ങനെയാണ് അത് അവരെങ്ങനെ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. വീട്ടുകാരെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ നിന്ന് കൊടുക്കുമോ? അതിൻ്റെ ആവശ്യമില്ല, റിയാക്ട് ചെയ്യണം. അപ്പം അവരും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ കേട്ട ഫ്രണ്ട്സിൻ്റെ ഇത് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇവർക്ക് പറ്റിയ പോലെ ബാക്കിയുള്ളവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണം. ഇതായിരുന്നു എൻ്റെ മൈൻഡ്. ഗേൾസിന് ഒരു മെസ്സേജ്, എന്തിനു നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതിപ്പം ആരാണെങ്കിലും, വീട്ടുകാരാ നാട്ടുകാരാ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും ബാഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയണം, റിയാക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ആരാണെങ്കിലും. എൻ്റെ മൈൻഡിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണോ ആ സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാർ എന്ത് റിയാക്ട് ചെയ്യാത്തേ, നമ്മളടുത്ത് കിടന്നിട്ട് മറ്റേ ഭയങ്കര ഡയലോഗ് അടിക്കും. പക്ഷെ ഈ സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് റിയാക്ട് ചെയ്യാത്തതെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിച്ചു. എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. ഞാൻ വെച്ചിട്ട്
ഇവർ പറയാതിരിക്കും തോറും ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പം എക്സാമ്പിൾ ഞാൻ ഒരാളെ ഇങ്ങനെ ആക്കിയെന്ന് വെച്ചു, അവൾ മിണ്ടാതിരിക്കുന്നു, റിയാക്ട് ചെയ്തില്ല, ഞാൻ വീണ്ടും വേറൊരു പെണ്ണിൻ്റെ അടുത്ത് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകും ഇല്ലേ? അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കണം. ഇപ്പോൾ ഏത് പെണ്ണിനെ തൊട്ടാലും അവൾ റിയാക്ട് ചെയ്യണം സ്പോട്ടിൽ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പോൾ ഇപ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അങ്ങനെയല്ല, റിയാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ. ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാം വെച്ചിട്ട് അങ്ങനെ കിടന്ന ഒരു മൈൻഡാണ്. ഞാൻ ചെയ്ത് പ്രോസസ്സ് പ്ലാൻ ചെയ്ത് വന്ന് വീഡിയോ ഇട്ടു, പോസ്റ്റ് ചെയ്ത് എനിക്ക് പറയാനുള്ള സാധനം ഇട്ടു. കയറിയില്ലോ, എനിക്ക് കയറണമെന്നൊന്നും, ഞാൻ ഏത് വീഡിയോ ഇട്ടാലും മറ്റേ വ്യൂസും ലൈക്കും കയറണമെന്നില്ല. ഇട്ട് ഒരു മെസ്സേജ് ഇങ്ങനെ, അപ്പം ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ട് ഇങ്ങനെ, എടാ താങ്ക് യു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്. അപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ കുറേ മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്കൊരു മെസ്സേജ് പറയണം, അത്രേ ഉള്ളൂ, എനിക്ക് താങ്ക്സിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇട്ടത്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ വീഡിയോ ഭയങ്കര ഗ്രോത്ത് ആയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കുറേ അമ്മമാരും എല്ലാവരും മെസ്സേജ് ഇട്ടിരിക്കുന്നത് അങ്ങനെ, ഈ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്യുവാണ്, എൻ്റെ 5 വയസ്സുള്ള മോളുണ്ട്, മോക്ക് കാണിച്ചു കൊടുക്കണം, അതൊരു മെസ്സേജ്. പിന്നെ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, പ്രതികരിക്കണം. എന്നിട്ട് ഒരാൾ മെസ്സേജ്, എനിക്കിങ്ങനെ ഒരു മോളുണ്ടായിരുന്നു, ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആദ്യമാണ് ഇങ്ങനെ എന്ത് ചെയ്യും, പക്ഷെ ഈ വീഡിയോ കണ്ടതോടെ ആ പേടി മാറി, അങ്ങനെയൊക്കെ. അപ്പം എല്ലാവർക്കും അത് കണക്ട് ആവുന്നുണ്ട്, വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനം. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഏറ്റവും സന്തോഷം. അതെ, അതൊരു വ്യത്യാസമായിരുന്നു. ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ലൈക്ക് യൂഷ്വൽ ട്വിസ്റ്റ് പോലെ ഒരു ട്വിസ്റ്റ് വന്ന് അതാ യങ്ങർ ജനറേഷൻ റെസ്പോണ്ട് ചെയ്യുന്നതിൽ അതൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കാണിച്ചപ്പോഴേ ഇറ്റ്സ് വെരി നൈസ്. അങ്ങനത്തെ സോഷ്യൽ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യാൻ പേടിയുണ്ടോ? ഇനി പേടിയില്ല. അത് ഇൻസ്റ്റയിൽ ഇപ്പം നമ്മൾ എന്തിട്ടാലും നെഗറ്റീവ് പറയാൻ കുറേ പേരുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോ മാത്രമല്ല, ഫണ്ണായിട്ട് കുറേ ഇടുമല്ലോ നമ്മളിങ്ങനെ, അവഹിതം പോലെയൊക്കെ ചുമ്മാ ഫൺ. ഇത് സിനിമയെ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കും എല്ലാവരും. നമ്മൾ റീലൊക്കെ ഇടുമ്പോൾ ഈ ഓഡിയൻസ് പല ടൈപ്പുണ്ട്. ഫണ്ണായിട്ട് എടുക്കുന്നവരുണ്ട്, ഇതിനെ നോർമലൈസ് ചെയ്ത് നിങ്ങൾ കാണിക്കുവാണോ, ഇവരിത് ഫണ്ണായിട്ട് എന്നുള്ള രീതി ചിന്തിക്കണില്ല, അങ്ങനെ പറയുന്ന കുറേ പേരും ഉണ്ട്. അത് നെഗറ്റീവ് പറയുള്ളവർ പറയും. എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നെഗറ്റിവിറ്റിയിൽ? മൈൻഡ് ചെയ്യില്ല ഞാൻ, എന്ത് അത് നോക്കിയിട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സംഭവമേ ഉള്ളൂ. മൈൻഡ് ചെയ്യാതെ നമ്മൾ ഇഷ്ടത്തിന് നിന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം അതൊരു ഫൺ വീഡിയോ. പിന്നെ ഇവര് നാട്ടിൽ കിടന്ന് കാണിക്കുന്നതിലേ ഞാൻ വീഡിയോ ആക്കുന്നത്, അത് അവരെ വെച്ചിട്ടല്ലല്ലോ കാണിക്കുന്നത്. ലൈക്ക് ഞാൻ എൻ്റെ സാങ്കല്പികമായിട്ട് ആൾക്കാരെ എങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു എസ്പെഷ്യലി ഈ കുട്ടിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ തോന്നുന്നുണ്ടോ? ബിക്കോസ് ഇനി ഇങ്ങനെ വീഡിയോസ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു അങ്ങനെ ഒരു ഫീലിംഗ് വന്നിരുന്നോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനെ ആൾക്കാർ, എനിക്ക് ആദ്യം അങ്ങനത്തെ സാധനം ഇല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഡെയിലി ഈ ബ്രാൻഡിന്റെ മെസ്സേജും വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ആൾക്കാർ ഭയങ്കരമായിട്ട് അയക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ ആൾക്കാർ ഭയങ്കരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. എനിക്കപ്പോൾ പേടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ചേട്ടാ അടുത്തതിന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, അടുത്ത് ഇങ്ങനെ ചെയ്യാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത്രയൊക്കെ ഫോളോവേഴ്സ് ഉള്ളവർക്ക് അപ്പം എന്തോരം വരും. എനിക്ക് ഇത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കൊരു പേടി. നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പറയൂലേ, ഇത് കൊള്ളൂല പറയും, ഉറപ്പായിട്ട് പറയും. പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം അതെങ്ങനെയാണ് മെന്റലി അതൊരു ബാലൻസ് ചെയ്യുന്നത്? ഇല്ലില്ല, ഞാൻ പിന്നെ മൈൻഡും ഇല്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ എഡിറ്റിംഗ് പർപ്പസ് നന്നാവണം, പിന്നെ ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. പിന്നെ ഇതുവഴി കുറേ പേര് എൻ്റെ അടുത്ത്, കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആണ്, വിളിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ എറണാകുളത്താണെങ്കിലും അവരുടെ ചിലവ് നോക്കി ഇങ്ങനെ വരാം, ഒരു ചെറിയ സീനാണെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വന്ന് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഓക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ളവരുണ്ട്, അവർക്ക് ചിലപ്പം റീച്ചും കാര്യമൊന്നും കാണൂല, അവരെ വിളിച്ചാൽ അവർ നന്നായിട്ട് ഒന്ന് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണമെന്ന് വെച്ചിട്ട് ഇപ്പം എൻ്റെ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഞാൻ പുതിയ ഓരോ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊച്ചിയിൽ നിന്നൊക്കെ വരുമ്പം ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി തോന്നുമല്ലോ, അവിടുന്ന് വരുക എന്നൊക്കെ അല്ലേ. അപ്പം അത് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിലോ എന്നുള്ളൊരു ഫസ്റ്റ് ഞാൻ അവരിങ്ങനെ മെസ്സേജ് അയക്കും, ഇങ്ങനെയാണ് ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ അപ്പോൾ പറയും താങ്ക് യു പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഇത് വർക്ക് കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടാണ് അവർ ഇത് പറയുന്നത്. എന്നിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് പറയും, ഇതിന് വേണ്ടി ഇങ്ങറ്റം വരെ വരണോ? ഞാൻ പറയും. കാരണം
ഞാൻ പൈസ കൊടുക്കണില്ല. നമ്മളൊരു എന്റർടൈൻമെന്റിന് ചെയ്യുന്നതാണ്, നമ്മുടെ ഫ്രണ്ട്സായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇന്ന സർക്കിളിൽ നിന്ന് ഇത്ര പേരെ കാണുള്ളൂ. ട്രിവാൻഡ്രത്താണ്, നമ്മളെല്ലാവരെയും വീട് ട്രിവാൻഡ്രത്താണ്. അതാണ് നമ്മളിങ്ങനെ ചെയ്യണേ. അപ്പം അവർക്കെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ആക്ടിങ് പാഷനായിട്ടുള്ളവരുണ്ട്. ഭയങ്കര അയ്യോ നമുക്ക് പാവം തോന്നും, അവർ ചെയ്യുന്ന കാണണം വീഡിയോസൊക്കെ. പക്ഷെ അതിനുള്ള റീച്ചും ഇല്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ബ്രോ ഇങ്ങനെ പൈസക്കല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മളല്ല ചെയ്യുന്നത്. അപ്പം അവർ പറയും അവർ പൈസ മുടക്കി ഇങ്ങ് വരാം, വന്ന് ചെയ്യാം. ഞാൻ പറയും ബ്രോ നമ്മൾ ചെയ്യുന്ന വീഡിയോ 1.5 മിനിറ്റോ 2 മിനിറ്റോ, നിങ്ങളെ മുഖം അതിൽ ഇത്രയൊക്കെ ഒരു ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് ഇത് ഇത്ര അത്രേ കാണുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതുവഴി എങ്ങനെ യൂസ് വരും ഞാൻ ചോദിച്ചു. അപ്പം അവർക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിൽ ഭയങ്കര ട്രസ്റ്റാണ്. ഞാൻ എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്ക് കാണും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർ വിളിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചിന്തിച്ച് അവർക്ക് അഭിനയിക്കാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം കൊടുക്കാൻ പ്ലാൻ ചെയ്യണം. എന്താണ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഈ പേജിൽ, ലൈക്ക് എന്താണ് ഒരു ഫ്യൂച്ചർ? അല്ല ഭയങ്കര ഇതില്ല എന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പം എന്തോ ഭാഗ്യത്തിന് കുറേ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം കുറച്ച് ബ്രാൻഡിന്റെ വീഡിയോ ഞാൻ ചെയ്യണുണ്ട്. ഇപ്പം നല്ല രീതിക്ക് പരസ്യം പോലെ എനിക്ക് കിട്ടണുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു 1-2 മന്ത് കഴിഞ്ഞിട്ട് കണ്ടന്റിന്റെ കൂടെ നമ്മളിങ്ങനെ ചെയ്യൂലേ പരസ്യം, അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാം. അപ്പം എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഡെയിലി ചുമ്മാ വന്ന് അഭിനയിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. മാളവിക, കൊച്ചു, രാഹുൽ, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഈ വരുന്നവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണം, നമ്മൾ ക്രൂവിനൊരു പൈസ കൊടുക്കണം. പിന്നെ ഈ ക്രൂ ഒന്ന് ഡെവലപ്പ് ആയാൽ നല്ല രസമാണ്. എന്ന് വെച്ചാൽ ഞാൻ വഴി അവർക്ക് കുറച്ച് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ രസമായിരിക്കും. അപ്പൊ ആ രീതിയിൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം ഫോണിലാണല്ലോ എഡിറ്റിംഗ്, അതിൽ നിന്നും മാറി സിസ്റ്റത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അഡീഷണൽ പഠിക്കണമെന്നുണ്ട്. ഇങ്ങനെ വേറെ എഡിറ്റിംഗ് പരമായിട്ട് തന്നെ. അതിനാണ് ഞാൻ ഡാൻസിൽ നിന്ന് ഗ്യാപ്പ് എടുത്തത്. പഠിക്കാൻ പറ്റണ മാക്സിമം യൂട്യൂബ് നോക്കി ഞാൻ പഠിച്ചു. ഇനിയും അഡീഷണൽ പഠിക്കണം, കോഴ്സ് പഠിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ആരുടെ അടുത്ത് ചോദിക്കണം, എന്ത് ചോദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് കോഴ്സ് പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് വെച്ചാൽ ചുമ്മാ പഠിക്കല്, പൈസ കളയല്. കാരണം പഠിത്തത്തിന് ഞാൻ ഭയങ്കര വീക്കാണ്. പക്ഷെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യും. അതുകൊണ്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തത്. എഡിറ്റിംഗ് കൊളാബ്സ് ആയിട്ടാണോ വരുന്നത്, അതോ അല്ലാണ്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള? അല്ല, എല്ലാവരും ആദ്യം ചോദിക്കുന്നത് പേജിൽ കൊളാബ് ഇടുമെന്ന്. എനിക്ക് തോന്നുന്നു പേജിൽ അത്യാവശ്യം വീഡിയോ റീച്ച് കയറുന്നുണ്ടായിരിക്കും. ഞാൻ പിന്നെ പേജ് അങ്ങനെ അധികം ഇതാക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ തലയിൽ വരുന്നതും എൻ്റെ ഭ്രാന്തൊക്കെയാണ് ഞാൻ അതിൽ കാണിക്കണം. അതെന്തിനാണ് അവരുടെ ഇതിൽ കൊളാബ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ അല്ലാതെ പേഴ്സണലി ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കും, അവർക്ക് അങ്ങ് കൊടുക്കും. എൻ്റെ അതിൽ ലോഗോയോ അങ്ങനെ ഇങ്ങനെയൊന്നും വെക്കൂല. വീഡിയോ ചെയ്ത് ഒരു കണ്ടന്റ് ചെയ്ത് അവർക്ക് അങ്ങ് കൊടുക്കും. അതാണ് ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് സിസ്റ്റം ആരാണ്? സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സ്, മാളവികയുണ്ട്, രാഹുലുണ്ട്, കാർത്തിയുണ്ട്, പിന്നെ എൻ്റെ ചേട്ടൻ. ഇവരൊക്കെ എൻകറേജ് ചെയ്യും, ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. പിന്നെ ഗോപി ഭയങ്കര എന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ ഇത് കൊള്ളാം, ഇത് കൊള്ളൂല, അവരും ജെന്യൂൻ ആയിട്ട് പറയും ഇത് കൊള്ളാം, ഇത് കൊള്ളൂല. അൺഎക്സ്പെക്ടഡ്ലി എവിടുന്നാണ് സപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളത്? അത് കുറേ പേര്, ആരൊക്കെയോ എനിക്കൊരു ബന്ധമില്ല, മിക്കവരും നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ചെയ്യാനൊക്കെ തോന്നും ഇങ്ങനെ. കാരണം എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പിന്നെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ തോന്നുന്നതിൻ്റെ ഒരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കുറച്ച് ഗ്രോത്ത് ആവും. ഓക്കെ, ഇങ്ങനെ. പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ചേച്ചി അബിയൊക്കെ, ലൈക്ക് ഒരു കണ്ടന്റ് കിട്ടാൻ എന്ത് പാടാണെന്നറിയാം. ഒരു ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഇടാൻ എന്ത് പാടാണ്, അത് കൺസിസ്റ്റൻസ് ആയിട്ട് ഇടാൻ എന്ത് പാടാണ്. അതൊക്കെ എനിക്കും ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷെ അത് ഭയങ്കര പാടാണെന്ന് മനസ്സിലാവുണ്ട്. ഞാൻ ഐസിനെ എങ്ങനെ ഇടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഭയങ്കര പാട്. ഈ ഇൻസ്പിറേഷൻ ഇല്ലാത്ത സമയത്ത്, ലൈക്ക് കൺസിസ്റ്റന്റ്ലി ഇപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു, പാനിക് ചെയ്യാറുണ്ടോ? ഇങ്ങനെ അയ്യോ ഒന്നും വന്നില്ലല്ലോ എന്നുള്ളത്, ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ, അങ്ങനെ ഒരു പേടി വരാറുണ്ടോ? ഇല്ലില്ല, ഒരിക്കലും കിട്ടാത്തോട്ട് കുഴപ്പമില്ല. മിക്ക പ്രാവശ്യം കണ്ടന്റ് മൈൻഡ് വരൂല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടും, സ്പോട്ടിൽ പോയി ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ചേച്ചിക്ക് അറിയാലോ, നമ്മൾ അവിടെ ചെന്നിട്ടാണ് ഡയലോഗ് പറയുന്നത്. ഞാൻ ഒന്നും എഴുതി വെക്കൂല, ഞാൻ ഇങ്ങനെ പറയാം, ഇങ്ങനെ പറ. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയണം ഇങ്ങനെ, ചേച്ചി അങ്ങോട്ട് പോകും പറയണമെങ്കിൽ ചേച്ചിക്ക് എന്തോ തിരിച്ച് പറയാൻ തോന്നും ലൈവില്. അതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്. അതാണ് എൻ്റെ ഡയലോഗ്, അത്രേ ഉള്ളൂ. പ്രീ പ്ലാൻഡ് ആയിട്ട് ഡയലോഗ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ, പക്ഷെ എഴുതുന്നത് നല്ലതാണ് ആക്ച്വലി. പക്ഷെ ഇന്ന നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റും ഇതൊക്കെ എഴുതുന്നത് നല്ലതാണ്.
പക്ഷെ എനിക്ക് അത് വരാത്തോണ്ട് എഴുത്തും ഇതൊന്നും ഞാൻ ട്രൈ ചെയ്യാത്തോണ്ട് എല്ലാം ഇവിടെ അങ്ങനെ വെച്ചിട്ട്. സ്റ്റോറീസിന്റെ ത്രെഡ് കിട്ടണമല്ലോ എന്താ ചെയ്യണ്ടേന്നുള്ളത്. അത് വരാതെ ഇരുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആ ഒരു? മിക്ക പ്രാവശ്യം ചിലത് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് റീൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ആലോചിക്കുന്ന സാധനം റീലുണ്ട്, ഒരുത്തിന് ഓൾറെഡി ചെയ്തു. എന്നുവെച്ചാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇൻസ്റ്റയില് ഒരു കണ്ടന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം ഓൾറെഡി ചെയ്തു. അതിൽ പുതിയതായിട്ട് എന്ത് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. അതിലിങ്ങനെ വ്യത്യാസം വരുന്നത് കാരണമാണല്ലോ ആകർഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതാരണമാണ് ആ റീച്ച് കിട്ടുന്നത്. ബിക്കോസ് ആ ട്വിസ്റ്റ് എപ്പോഴും ആരും ചെയ്യാത്ത ട്വിസ്റ്റ് ഒക്കെയാണ് വരുന്നത് അല്ലേ? ഒരു നമ്മൾ ഇച്ചിരി നമ്മൾ കൊടുക്കുന്ന ഔട്ട് പോലെ ഇരിക്കും ആൾക്കാർക്ക്. നമ്മൾ തന്നെ ഒരു സിനിമ കാണുമ്പോൾ ചെറിയ ലാഗ് അടിച്ചാൽ നമ്മൾ തന്നെ പറയാം ഇത് കൊള്ളൂല, ബോറ് പടം. അപ്പോൾ ഞാൻ അതാണ് മാക്സിമം നോക്കുന്നത്, ലാഗ് വരാതെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള മൈൻഡേ നോക്കുള്ളൂ. അപ്പൊ ഇനിയും കുറേ വീഡിയോസ് ഇങ്ങനെ വരട്ടെ, കുറേ ട്വിസ്റ്റും മോർ ദാൻ ദാറ്റ് സോഷ്യൽ റെലവൻസ് ഉള്ള ഇത് ചെയ്യാനുള്ള വരട്ടെ എന്ന് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.